സമയം വൈകരുത്, തെളിവുകൾ നശിപ്പിക്കപ്പെടരുത്. കോടതിയിലെ CCTV അടക്കം പരിശോധിക്കണം. പ്രത്യേക അന്വേഷണ സംഘം ഇതിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഡോക്ടർ റാമും സംഗീതയും ഒളിവിൽ പോയി എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അന്വേഷണത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത ഘട്ടം എന്താണ്? CK വിജയൻ കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട്. വിജയൻ, ഏറ്റവും വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നത് ഈ സമയം വൈകുമ്പോഴുണ്ടാകുന്ന ഈ തെളിവെടുപ്പൽ കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ പ്രധാനമാണ്. CCTV ദൃശ്യങ്ങൾ ഉണ്ടാകണം, എങ്ങനെയാണ് ചാടിയത്, അങ്ങനെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ അത് ദൂരീകരിക്കുന്ന തരത്തിലേക്ക് ഈ അന്വേഷണം പോകണം. ആ അന്വേഷണം അങ്ങനെ പോകുന്നുണ്ടോ? പ്രതികൾ ഇപ്പോൾ ഒളിവിലെന്ന് പോലീസ് അറിയിക്കുന്നു. അടുത്ത ഘട്ടം ആലോചന എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും? നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. 2 സംഘമായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത്. ചക്കരക്കല്ല് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം നിതിൻ രാജിന്റെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി ബന്ധുക്കളുടെയും മറ്റും മൊഴികൾ രേഖപ്പെടുത്തുന്നു. ഹരിപ്രസാദ് എന്ന് പറഞ്ഞ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം കോളേജിലെത്തി രേഖകളും മറ്റും പരിശോധിക്കുന്നു. സഹപാഠികളുടെ മൊഴികളും മറ്റും എടുക്കുന്നു. ഈ 2 കാര്യങ്ങളും ഒരേ സമയത്ത് തന്നെ നടക്കുന്നു എന്നതുകൊണ്ട് അധികം വൈകാതെ നിതിൻ രാജിന്റെ മരണം സംബന്ധിച്ച കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ സഹപാഠികളും എല്ലാം തന്നെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരണത്തിന് തൊട്ട് മുൻപ് എന്ത് നടന്നു എന്നുള്ളതാണ്. എന്താണ് മരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ലതയുടെ പേരിലുള്ള നമ്പറിലേക്ക് നിരന്തരമായി ലോൺ ആപ്പിന്റെ ഉടമകളിൽ നിന്നും കോൾ വരുന്നു. അതിന്റെ ഉത്തരവാദി നിതിൻ രാജാണ് എന്നതാണ് പരാതി. ഈ പരാതി പരിശോധിക്കുന്നു. പ്രിൻസിപ്പലും മറ്റ് ജീവനക്കാരും അടങ്ങിയ മുറിയിലേക്ക് രാവിലെ വിളിച്ചു വരുത്തിയതായി തെളിവുകളുണ്ട്, അതിന് സാക്ഷികളുമുണ്ട്. അവിടെ വെച്ച് നിതിൻ രാജിനോട് ഏതെങ്കിലും രീതിയിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള സംഘം മോശമായി പെരുമാറിയിട്ടുണ്ടോ? ആ പെരുമാറ്റമാണോ യഥാർത്ഥത്തിൽ മരണത്തിലേക്ക് നയിക്കുന്ന ഇമ്മീഡിയറ്റായ കാരണം? ഇതാണ് അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് സംബന്ധിച്ച രേഖകൾ അതോടൊപ്പം തന്നെ ഫോൺ വിശദാംശങ്ങൾ എല്ലാം പോലീസ് ഘട്ടം ഘട്ടമായി പരിശോധിച്ചു വരികയാണ്. അതിൽ കൃത്യമായ ഒരു തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത നടപടിയാണ് അറസ്റ്റ്. ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികളെല്ലാം തന്നെ ഡോക്ടർ റാമിന് എതിരെയാണ്. എന്നാൽ മറ്റൊരു അധ്യാപിക കൂടിയായ അല്ലെങ്കിൽ സസ്പെൻഷനിലായ മറ്റൊരു അധ്യാപിക കൂടിയായ സംഗീതക്കെതിരെ അത്രമാത്രം വലിയ ആരോപണങ്ങൾ ഇല്ല. ഡോക്ടർ റാമിൻ്റെ പ്രവർത്തികൾക്കെല്ലാം തന്നെ മൂകസാക്ഷിയായി നിൽക്കുന്നു അധ്യാപിക എന്നാണ് സംഗീതയെക്കുറിച്ച് വിദ്യാർത്ഥികളെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൽ ഉത്തരവാദി എന്ന നിലയിലായിരിക്കും ഡോക്ടർ റാമിനെ പേര് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഡോക്ടർ റാമിനെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് സമാന്തരമായി തന്നെ നടത്തുന്നുണ്ട്. അവർ എവിടെയാണ് എന്നുള്ള കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. CK വിജയനാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ശരിയായ ദിശയിൽ തന്നെ പോയേ പറ്റൂ ഈ അന്വേഷണം എന്നുള്ളതാണ്.